മാന്യ പ്രേക്ഷകർക്ക് കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ കൃഷിദർശൻ പരിപാടിയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് റബ്ബറിൻ്റെ ചില വിശേഷങ്ങളാണ്. നല്ല വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആവശ്യകത, അതിൽ പ്രസക്തമായ ചില വിഷയങ്ങൾ. ഇപ്പോൾ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ ഒരുപാട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന തോട്ടവിളകളുണ്ട്. റബ്ബറും അതുപോലെയുള്ളൊരു പ്ലാന്റേഷൻ ക്രോപ്പാണ്, അങ്ങനൊരു തോട്ടവിളയാണ്. പ്രധാനപ്പെട്ട നമ്മുടെ തെങ്ങായാലും ശരി, മറ്റ് ഇതര കാപ്പി, കുരുമുളക്, റബ്ബർ, ഏലം, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ടവിളകളുടെ കാര്യം എടുത്താൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സ്ഥാനം റബ്ബറിനുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ആന്തരികമായ വശത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ തെങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും, ചെറുകിട കർഷകർ ഒരുപാട് ചേർന്നതാണ് തെങ്ങ് കർഷകരുടെ ഒരു കൂട്ടായ്മയെങ്കിലും ഒരു കൂട്ടായ്മ സ്വരൂപിച്ചു കൂട്ടി അതിൽ നിന്ന് ഉൽപ്പാദനത്തിലേക്കും ഉൽപ്പാദനക്ഷമതയിലേക്കും വൈവിധ്യവൽക്കരണത്തിലേക്കും ഒന്നും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല ഇനിയും. പക്ഷേ നമ്മളിപ്പം തേയിലയുടെയും കാപ്പിയുടെയും ഒക്കെ അങ്ങനെയുള്ള തോട്ടവിളകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതലാളികളായ കർഷകരുടെ കയ്യിലാണ് ഈ വിസ്തൃതി അത്രയും. അപ്പോൾ അവിടെയും സംസ്കരണത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ചെറുകിട കർഷകർ തീർച്ചയായും അതിനകത്ത് പെട്ടിട്ടില്ല. പക്ഷേ റബ്ബറിൻ്റെ മേഖലയിൽ അതല്ല സ്ഥിതി. ചെറുകിട കർഷകരുടെ കൂട്ടായ്മയെ ഒന്നാക്കി ഇണക്കി ചേർത്തുകൊണ്ട് അതിൻ്റെ നടിയിൽ തുടങ്ങി, ഉൽപ്പാദനം തുടങ്ങി, അതിൻ്റെ സംസ്കരണത്തിൻ്റെ വിവിധ ദശകൾ വരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ റബ്ബർ ബോർഡിൻ്റെ പരീക്ഷണങ്ങൾ ചെറുതല്ല. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് മേഖലകൾ താണ്ടാനുണ്ടെന്നുള്ള ഒരു സ്വപ്നം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്നത്തെ ഈ കാർഷിക സായാഹ്നത്തിൽ അതിഥിയായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറായ ഡോക്ടർ തോമസ് സാറിനെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, നമുക്ക് റബ്ബർ ബോർഡ് നടത്തിയിട്ടുള്ള വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു നേട്ടമെന്ന് പറയുന്ന ഉൽപ്പാദനക്ഷമതയിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ ഒന്നാമതാണ്. അപ്പോൾ ഇതിനകത്ത് മേന്മ ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള നടീൽ വസ്തുക്കൾ, ക്ലോണുകൾ കർഷകരിൽ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെന്ന് റബ്ബർ ബോർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാറിനോട് നമുക്കത് ചോദിക്കാം. സർ, ഇപ്പോൾ ഗുണമേന്മ ഉറപ്പാക്കാനായിട്ട് നടീൽ വസ്തുക്കൾ, നല്ല രീതിയിലുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനമാണ് റബ്ബർ ബോർഡ് ചെയ്യുന്നത്? ആശ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളാണ് ഒരു കൃഷിയുടെ അടിസ്ഥാനം. അതെ, പ്രത്യേകിച്ച് റബ്ബർ പോലെയുള്ള ദീർഘവിളയിൽ ഒരു നടീൽ വസ്തുക്കളിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിച്ചാൽ അത് അടുത്ത 50 കൊല്ലത്തേക്ക് ആ നഷ്ടം, ആ തെറ്റ് മുന്നോട്ട് പോകുന്നതായിരിക്കും. നമുക്കൊരു ഇടയ്ക്ക് വെച്ച് അങ്ങനെയുള്ള തെറ്റ് തിരുത്താനുള്ള സാധ്യത കുറവായതുകൊണ്ട് റബ്ബർ ബോർഡ് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിത്ത് മുതൽ വിപണി വരെ എന്നുള്ള ഒരു ആശയത്തിൽ അടിസ്ഥാനപരമായ വിത്തിൽ തന്നെ ഞങ്ങൾ ഊന്നൽ നൽകിയാണ് ഈ വർഷം ഒരു മാസ് ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ നടത്തുന്നത്. ഈ റബ്ബർ ബോർഡ് വിജ്ഞാപന വിഭാഗം, റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഞങ്ങൾ പറയുന്നതായിട്ടുള്ളൊരു വിഭാഗം എല്ലാ വർഷവും ഓരോ പ്രത്യേകമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താറുണ്ട്. ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗുണമേന്മയുള്ള നടീൽ വസ്തു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളത് ഇന്ത്യയിലാണ്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റബ്ബറിൻ്റെ ഉത്ഭവം ബ്രസീൽ ആണെങ്കിൽ പോലും ഇന്ത്യ അല്ല, കേരളം അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമല്ല. ഏറ്റവും അനുയോജ്യ സ്ഥലം എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ മേഖലയിലുള്ള വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മലേഷ്യ എന്നുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കേരളമാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. ഇതിൻ്റെ ഒരു കാരണം ഈ റബ്ബർ ബോർഡും ചെറുകിട കർഷകരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഏത് റബ്ബർ ബോർഡ് ആശയം കൊണ്ട് മുന്നോട്ട് വെക്കുമ്പോൾ അത് അതുപോലെ തന്നെ അവരുടെ വിളയിലും അവരുടെ പരിചരണത്തിലും അവരുടെ കൃഷിയിലും പ്രതിഫലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ കർഷകരും റബ്ബർ ബോർഡുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള തൈകൾ, നടീൽ വസ്തുക്കൾ എന്നുള്ളത്. അത് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ പരമ്പരാഗതമായിട്ട് റബ്ബർ ട്രാക്റ്റുകൾ, റബ്ബർ വളർത്തുന്ന മേഖലകളിലെല്ലാം തന്നെ കർഷകർക്ക് പരിചിതമായ ഒരു ക്ലോൺ എന്ന് പറയുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII പുറത്തിറക്കിയ 105 എന്ന് പറയുന്ന ക്ലോണാണ്. അപ്പോൾ പണ്ട് തൊട്ടേയുള്ള കർഷകർ അവരുടെ നെഞ്ചേറ്റിയ ഒരു ക്ലോണാണിത്.
പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ തന്നെ ഒരുപാട് മറ്റിനങ്ങൾ ക്ലോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനുള്ള മറ്റേതുമായിട്ടുള്ള തമ്മിലുള്ള സവിശേഷത എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് കർഷകരുടെ നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഇത്രയും വലിയൊരു ഉൽപ്പാദനക്ഷമത കൊണ്ടുവരാൻ സാധിച്ചത് ഇന്ന് റബ്ബർ കൃഷി ചെയ്യുന്ന എല്ലാ മേഖലയിലും നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള 105 പോലെയുള്ള 105 ഏറ്റവും പ്രധാനം. 100% ഈ നല്ല വെറൈറ്റി അല്ല ക്ലോണുകൾ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. അത് കഴിഞ്ഞ് ഇപ്പോൾ RRI തന്നെ റബ്ബർ ബോർഡിൻ്റെ ഗവേഷണ കേന്ദ്രമായ RRI തന്നെ പുതിയ ഇനങ്ങൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 400 സീരീസ് എന്നാണ് ആ ഇനങ്ങളെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങളിൽ 430, RRI 430, RRI 414, RRI 429, RRI 417 എന്നിങ്ങനെയുള്ള 400 സീരീസിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 105 എന്നുള്ള ഒരു അത്യുൽപാദന ക്ലോണിൽ നിന്ന് ഇന്ന് നമുക്ക് വളരെ അനേകം ക്ലോണുകളിലേക്ക് നമുക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ എത്തിയപ്പോഴാണ് ഈ ഗുണമേന്മയുള്ള നടീൽ വസ്തുവിന് പ്രാധാന്യം നൽകണം എന്ന് ഞങ്ങൾ കൂടുതലായിട്ട് മനസ്സിലായി. കാരണം ഈ 400 സീരീസുകൾ തമ്മിൽ ഒരു സാധാരണ ഒരു കൃഷിക്കാരന് ഇന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. റബ്ബർ ബോർഡിൻ്റെ നഴ്സറിയിൽ വളരെ അതനുസരിച്ച് ക്രമീകരിച്ച് ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിശ്വസ്തതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നടീൽ വസ്തുക്കൾ ഇന്ന് പ്രൈവറ്റ് നഴ്സറിയിൽ കൂടെയാണ്. 90% മേലെ ഇന്ന് നടീൽ വസ്തുക്കൾ പ്രൈവറ്റ് നഴ്സറി. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രൈവറ്റ് നഴ്സറിയുടെ ഒരു ഇടപെടലുകളില്ലെങ്കിൽ നമ്മുടെ റബ്ബർ കർഷകർക്ക് ഉള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യതയിൽ തീർച്ചയായും ക്ഷാമം നേരിടും എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. അപ്പോൾ റബ്ബർ ബോർഡിൻ്റെ അകത്തുള്ള ക്ലോണുകൾ കൂടാതെ തന്നെ റബ്ബർ നഴ്സറികളിലും സർട്ടിഫിക്കേഷൻ നടത്തി ഗുണനിലവാരത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം കൊടുക്കാൻ റബ്ബർ ബോർഡിന് കഴിയുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ ഈ പ്രൈവറ്റ് നഴ്സറികൾ റബ്ബർ ബോർഡ്, ഇത് പ്രൈവറ്റ് നഴ്സറി എങ്കിലും അത് റബ്ബർ ബോർഡുമായിട്ട് ചേർന്നുകൊണ്ട് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആയിട്ടൊരു മേഖലയാണ്. അപ്പോൾ എന്ത് റബ്ബർ ബോർഡ് പറയുകയും അതുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിട്ടൊരു മേഖല തന്നെയാണ് പ്രൈവറ്റ് നഴ്സറികൾ. നേരത്തെ പറഞ്ഞതുപോലെ 105 മാത്രമുള്ള ഒരു ക്ലോണിൽ നമുക്ക് വേറൊരു പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷിക്കാർക്ക് വേറെ പ്രത്യേകമായ ആശയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്ലോണിനെ തിരിച്ചറിയാൻ. ഇന്നിപ്പോൾ 400 ക്ലോൺ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഓരോ ക്ലോണിനെയും നമ്മൾ തിരിച്ചറിഞ്ഞ് സർട്ടിഫൈ ചെയ്യാനുള്ളൊരു നടപടി റബ്ബർ ബോർഡ് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഈ വർഷം തന്നെ റബ്ബർ ബോർഡിൻ്റെ നഴ്സറികളെല്ലാം അങ്ങനെ സർട്ടിഫൈ ചെയ്ത് ഒരു സർട്ടിഫിക്കേഷൻ പത്രവുമായിട്ട് അങ്ങനെ ഒരു സ്റ്റാമ്പ് ബോർഡ് കൂടി ഇറങ്ങാനാണ് ഞങ്ങൾ ഈ വർഷം ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷത്തോടു കൂടി, അടുത്ത 2015 വർഷത്തോടു കൂടി പ്രൈവറ്റ് നഴ്സറികളെയും ഇതിനെ കൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടീൽ വസ്തുക്കളുടെ ഗുണമേന്മ സർട്ടിഫൈ ചെയ്ത് കൊടുക്കാനുള്ള പദ്ധതി തീർച്ചയായും വളരെ നല്ലൊരു കാൽവയ്പ്പാണ്. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടാപ്പിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ അവരുടെ കൃത്യമായ ഒരു അറിവില്ലായ്മ മൂലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് പലപ്പോഴും കർഷകരുമായിട്ട് നമ്മൾ സംവേദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ടാപ്പിംഗ് മേഖലയിലുള്ള പ്രശ്നം നമുക്ക് എന്തൊക്കെയാണ്, അത് മറികടക്കാനായിട്ട് റബ്ബർ ബോർഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ മാസ് ക്യാമ്പയിൻ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ക്വാളിറ്റിയിലാണ് ഉദ്ദേശിച്ചു വന്നത്. അപ്പോൾ ആദ്യം അടിസ്ഥാനം മുതൽ ക്വാളിറ്റിയുള്ള നടീൽ വസ്തുക്കൾ തുടങ്ങി ക്വാളിറ്റിയുള്ള ടാപ്പിങ്ങും, ഈ 2 മേഖലയാണ് നമുക്ക് ഉൽപ്പാദനക്ഷമതയിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗുണമേന്മയുള്ള തൈ നടുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 50% നമ്മുടെ തോട്ടത്തിൻ്റെ കാര്യക്ഷമത നമ്മൾ ഉറപ്പ് വരുത്തുന്നു. ഇത് നമ്മൾ നല്ല രീതിയിൽ നോക്കി ഒരു 7 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ അതിൻ്റെ ഹാർവസ്റ്റിങ്ങിലേക്ക് പോകുന്നത്, അതിൻ്റെ എക്കണോമിക് ലൈഫിലേക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇപ്പോൾ വളരെ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം.
അതിലൊരു പ്രധാനമായ കാര്യം ഒന്ന്, തൊഴിലാളികൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള തൊഴിലാളികൾ, ടാപ്പിംഗ് തൊഴിലാളികളില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, അതിൽ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരും നല്ല രീതിയിൽ, ഇതൊരു സ്കില്ലായിട്ട് വേണ്ടിയതായിട്ടുള്ള ഒരു മേഖലയാണ്. നല്ല സ്കില്ലോടുകൂടി അത് ടാപ്പിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഉണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നതായിട്ടുള്ള പുതിയ തലമുറ വരുന്ന ടാപ്പർമാരും അത്രയും വളരെ കാര്യമായിട്ടുള്ള അതിന് വളരെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് റബ്ബർ ബോർഡ് വളരെ നല്ല രീതിയിൽ എല്ലാ റീജിയണൽ ഓഫീസിൻ്റെയും കീഴിൽ ഞങ്ങൾ വളരെ തീവ്രമായിട്ടുള്ള ടാപ്പിംഗ് പരിശീലന പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ടാപ്പിംഗ് സ്കൂളുകളുണ്ട്, അവിടെ 1 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ അവിടെ തന്നെ ആൾക്കാർക്ക് വന്ന് ആ കോഴ്സിൽ പങ്കെടുത്ത് അവർക്ക് നമ്മൾ സ്റ്റൈഫൻഡും കൊടുക്കുകയുണ്ട്. സർ, നമുക്ക് ആ ഒരു ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോൾ ഉണ്ട് സർ. ഹലോ. ആരാണ്? പേര് പറയാമോ? യശോദൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം ജില്ലയാണ്. ചോദിക്കാം യശോദൻ. സാർ, ഞാനിപ്പോ റബ്ബറിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. റബ്ബറിന്റെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അതെ അതെ. സാർ, ഈ റബ്ബറിന് വില കൂടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ സാർ? റബ്ബർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഇൻഡസ്ട്രി അല്ല, അതൊരു കൊമേഴ്ഷ്യൽ വിളയാണ്. നമ്മുടെ എക്കണോമിക്കലായിട്ടുള്ള ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനാണ് റബ്ബറിൻ്റെ വില നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 8-10 മാസമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ റബ്ബറിൻ്റെ വിലയിൽ വളരെ വ്യത്യസ്തമായ ഇടിവുള്ളതായിട്ട് നമുക്കറിയാം. പക്ഷേ നമ്മളത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അത് ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് വളരെ ഇതേ പാറ്റേണിൽ അത് നമ്മൾ ശരിക്കും പഠിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഇന്ന് അന്താരാഷ്ട്ര വിപണിയേക്കാളും വില കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം മറികടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളതൊരു 5-6 മാസം അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടുകൊണ്ടിട്ടുണ്ട് ലോകത്ത് മുഴുവനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും വില കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ അടുത്ത് തന്നെ നമുക്കിത് ചെറിയ തോതിലെല്ലാം കർഷകർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു വിലയിലേക്ക് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. യശോദൻ, ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് സർ തിരിച്ചു വരാം. നമുക്ക് ടാപ്പിംഗ് മേഖലയിൽ ടാപ്പിംഗ് സ്കൂളുകളിലേക്കാണ് നമ്മൾ നിർത്തിപ്പോയത്. അപ്പം അതിൻ്റെ മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാപ്പിംഗ് മേഖലയിൽ ദീർഘമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ആൾക്കാരുടെ ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ ഹ്രസ്വ ടാപ്പിംഗ് കോഴ്സുകളും നമ്മൾ നടത്താറുണ്ട്. 8 ദിവസത്തേക്കുള്ള കോഴ്സുകൾ. അത് കൃഷിക്കാരുടെ ആവശ്യമനുസരിച്ച് ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അവരുടെ ഏരിയയിൽ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കോഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അനേകർ സ്വയമായിട്ട് ടാപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ, അധികം സ്ഥലമില്ലാതെ തന്നെത്താൻ ടാപ്പേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ടാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ, ഇവർക്കൊക്കെ ഈ ഒരു തരമുള്ള ട്രെയിനിങ് നമ്മളിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് RPSകൾ, റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ എല്ലാ മേഖലയിലും റബ്ബർ ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള RPSകളുടെ കീഴിൽ നമ്മൾ ലേബർ ബാങ്ക് സ്ഥാപിച്ചുകൊണ്ട് ടാപ്പേഴ്സിനെ അവിടെ തന്നെ ഞങ്ങൾ പരിശീലനം കൊടുത്തുകൊണ്ട് ടാപ്പേഴ്സ് ആ RPSുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയും RPSുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഈ ടാപ്പേഴ്സ് തൊഴിലാളികളെ കൊടുത്തിട്ടുള്ള ഒരു രീതി വളരെ വിജയകരമായിട്ട് നടത്തി വരുന്നുണ്ട്. പല RPSകളും അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട് സർ. ഹലോ 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 പറയൂ, പേരെന്താണ്? വട്ടത്തൂരെന്നാണ് പറയുന്നത്. എന്താണ്? എനിക്ക് അറിയേണ്ടത് എല്ലാം പുതിയ തൈ പ്ലാൻ ചെയ്യുമ്പോ കോളറുടെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് അസൈനാർ വട്ടത്തൂര്, മലപ്പുറം ജില്ല. വട്ടത്തൂരിന്ന് സൈനാർ ഹാജി. ചോദ്യത്തിലേക്ക് കടക്കാം. ഹലോ ഹലോ ചോദിക്കാം. ഇപ്പൊ പുതുതായിട്ട് പ്ലാൻ ചെയ്യുമ്പോ ചെറിയ തൈകൾ 105, 400 പിന്നെ 430 തിരിച്ചറിയാൻ എന്ത് ചെയ്യണം?
ഇപ്പോൾ ഇത് റബ്ബർ ബോർഡിൽ നിന്നാണെങ്കിൽ അത് നമുക്ക് അത് ടാഗ് ചെയ്ത് തന്നെയാണ്. ഹലോ സൈനർ ഹാജി, ഹലോ. ഹലോ, പറയൂ സാർ, ഒന്ന് ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനി ചോദ്യത്തിലേക്ക്, ഇപ്പൊ തമ്മിലെ ക്ലോൺസ് വ്യത്യാസം എന്താണെന്ന് അറിയാനുള്ളതാണ് അല്ലേ? വ്യത്യാസം എന്താണെന്ന് അറിയാനും അതിൽ ഏതാണ് നമുക്ക് നല്ല ക്വാളിറ്റി എന്നുള്ളത് തിരിച്ചറിയാനും പുതുതായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് തന്നെ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് നമ്മളൊരു സർട്ടിഫിക്കേഷൻ ഓരോ ക്ലോണിനെയും ഞങ്ങൾ ഏറ്റവും ഗുണനിലവാരമുള്ള ക്ലോണായിട്ട് കണ്ട് മനസ്സിലാക്കി അതിനെ ഞങ്ങൾ ടാഗ് ചെയ്ത് അതിനെ സർട്ടിഫൈ ചെയ്ത് കർഷകരിൽ എത്തിക്കാനുള്ള പ്രക്രിയയാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അത് അടുത്ത കൊല്ലത്തോടു കൂടി അത് നടക്കുകയുള്ളൂ. ഇപ്പോൾ അതാത് പ്രദേശത്തെ റീജിയണൽ ഓഫീസിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് 430 ക്ലോൺ തന്നെയാണോ നിങ്ങൾ നടുന്നത് വാങ്ങുന്നത് എന്ന് ഞങ്ങളുടെ അവിടുത്തെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുവരുത്താവുന്നതാണ്. മഞ്ചേരിയിൽ ഞങ്ങളുടെ റീജിയണൽ ഓഫീസുണ്ട്. അവിടുത്തെ ഡെപ്യൂട്ടി RPCയെ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു സേവനം നിങ്ങൾക്ക് ലഭ്യമാവും. ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി സാർ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നിർത്തിപ്പോയത് ആ ലേബർ ബാങ്കിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടാപ്പിങ്ങിൽ കൃഷിക്കാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരു 25 കൊല്ലം 30 കൊല്ലം ഇതിൻ്റെ വിളവെടുക്കാവുന്ന ഒരു മരമാണ് റബ്ബർ. അത് ടാപ്പിങ്ങിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രം 15 കൊല്ലം 20 കൊല്ലം കൊണ്ട് അതിൻ്റെ വിളവെടുത്ത് എക്കണോമിക് ലൈഫ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ നട്ട ഒരു ഫ്രഷ് പ്ലാന്റേഷൻ ആണെങ്കിൽ, പുതുതായിട്ട് നട്ടതാണെങ്കിൽ 7 വർഷത്തിൽ ടാപ്പിംഗ് തുടങ്ങിയിട്ട് എക്കണോമിക് ഈൽഡ് നമുക്ക് ഏതുവരെ? അടുത്ത 25 കൊല്ലത്തേക്ക് നമുക്ക് എക്കണോമിക് ഒരു 40 കൊല്ലം 35 കൊല്ലം മുതൽ 45 കൊല്ലം വരെയുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉള്ള എക്കണോമിക് ഈൽഡ് നമുക്ക് ഒരു അൺസയന്റിഫിക് മെത്തേഡ് കൊണ്ട് നമുക്ക് 20 ടോട്ടൽ കൊണ്ട് 20 വർഷം കൊണ്ടൊക്കെ 50% പോലും പ്ലാന്റേഷൻ ലൈഫ് കിട്ടാതെ പോകുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ലൈഫ് കുറയുന്നതിനൊപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും മരം വളരുകയാണ്. അപ്പോൾ വളരെ കാഠിന്യമായിട്ട് ടാപ്പ് ചെയ്യുക, അൺസയൻറ്റിഫിക്കായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മരത്തിന് ദോഷമായി വന്നുകൊണ്ട് അത് വളരുകയില്ല. അങ്ങനെ വരുമ്പോഴും തന്നെ ഉൽപ്പാദനക്ഷമത വളരെയധികമായി കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടാപ്പിങ്ങിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് മാറേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഒന്ന്. രണ്ടാമത് നമ്മൾ ഗവേഷണത്തിൽ തന്നെ നമുക്കിപ്പോൾ തൊഴിലാളികളുടെ ലഭ്യത കുറവെ പറ്റിയൊക്കെ സംസാരിച്ചു. സാധാരണ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നടന്നു വരുന്നത് ഒന്ന് ഇടവിട്ടിട്ടുള്ള ടാപ്പിംഗാണ്. നമ്മൾ അതിന് ഞങ്ങളുടെ ഭാഷയിൽ സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയിൽ D2 സിസ്റ്റം ഓഫ് ടാപ്പിംഗ്. ഒരു ദിവസം വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇട്ട് രണ്ടാമത്തെ ദിവസം വെട്ടുന്നതായിട്ടുള്ള ടാപ്പിംഗ് രീതി അത് മാറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് D3 സിസ്റ്റമുണ്ട്. അതായത് ഇന്ന് വെട്ടിയാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വെട്ടുന്ന രീതികളുണ്ട്. അങ്ങനെ നമുക്ക് തൊഴിലാളികളുടെ ലഭ്യത അനുസരിച്ച് നമ്മുടെ വിളവെടുപ്പ് ക്രമീകരിക്കാൻ സാധിക്കും. അത് D3 ഉണ്ട്, D4 ഉണ്ട്. വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ടാപ്പ് ചെയ്ത രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും മാത്രമായിട്ട് ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു ടാപ്പിംഗ് രീതിയിലേക്ക് മാറ്റാനുള്ള രീതിയും നമ്മൾ ഗവേഷണം ഉരുത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്. സർ, ഈ വിഷയത്തിൽ കർഷകർക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ബാക്കിയായിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ അനുവദിച്ചിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ടൈം ഇവിടെ തീരുകയാണ്. നമുക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിർത്തിയ ചോദ്യങ്ങൾ തീർച്ചയായും അതിഥിയോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതിനായി അതിഥിയുടെ വിലാസം വ്യക്തമാക്കുന്നു. ഡോക്ടർ തോമസ് ജെ, റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ, റബ്ബർ ബോർഡ്, കോട്ടയം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447287366. ഫോൺ നമ്പർ ഒന്നിക്കൽ കൂടി ആവർത്തിക്കുന്നു, 9447287366. ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഈ ഒരു സായാഹ്നം ചെലവഴിച്ച എല്ലാ പ്രേക്ഷകർക്കും ദൂരദർശൻ്റെ പേരിലും കൃഷിദർശൻ്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ തോമസ് സാറിനും നന്ദി അറിയിക്കുന്നു.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് നബാർഡ് സാമ്പത്തിക സഹായം നൽകും. ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ജൂണിൽ വിവിധ പരിശീലനങ്ങൾ. ട്രൈക്കോഡെർമ ചേർത്ത ചകിരിച്ചോർ കേക്കുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുവാൻ നബാർഡ് സാമ്പത്തിക സഹായം നൽകുന്നു. 10,000 രൂപ നിരക്കിൽ 3 വർഷത്തേക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ധനസഹായം. മീറ്റിംഗുകൾ, ശില്പശാലകൾ, പഠന ക്ലാസുകളുടെ സംഘാടനം തുടങ്ങിയവയാണ് ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ പ്രവർത്തനം. ഇതിനു പുറമെ ഫാം സന്ദർശനം, പഠനയാത്രകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകുന്നു. ഓരോ ജില്ലയിലെയും ലീഡ് ബാങ്കുകൾ വഴിയാണ് ഫാർമേഴ്സ് ക്ലബ്ബുകൾക്ക് സഹായം നൽകുന്നത്. ഇതിനായി കർഷകർക്ക് ലീഡ് ബാങ്കുകളുമായോ നബാർഡിൻ്റെ ഓഫീസുകളുമായോ ബന്ധപ്പെടാം. തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള ബോധനയുടെ കാർഷിക വിഭാഗം ഈ മാസം 28, 29 തീയതികളിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. തേനീച്ച വളർത്തൽ സംബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും. കൂടാതെ തേനീച്ച കോളനികളും തേനീച്ച വളർത്തലിനാവശ്യമായ മറ്റെല്ലാ ഉപകരണങ്ങളും ബോധനയിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0469 2730561. മൊബൈൽ നമ്പർ 9447400981. ഫിഷറീസ് വകുപ്പിന്റെ പത്തനംതിട്ട പന്നിവേലിച്ചിറ ഫാമിൽ അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായി. മോളി, ഗപ്പി, പ്ലാറ്റി തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വിവിധ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ജോഡി വില. മത്സ്യക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0468 214 589. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം അവസാനത്തെ ആഴ്ചയും ജൂൺ മാസത്തിലും വിവിധ പരിശീലനങ്ങൾ നൽകുന്നു. 6 ദിവസം ക്ഷീരകർഷക പരിശീലനം, 10 ദിവസം പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനം, ശുദ്ധമായ പാലുൽപാദന പരിശീലനം 2 ദിവസം, തീറ്റപ്പുൽ കൃഷി പരിശീലനം 2 ദിവസം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2440911. സോയാബീൻ, മുരിങ്ങ തുടങ്ങിയ വിളകളുടെ നടീൽ വസ്തുക്കൾ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. മുൻകൂർ ബുക്കിംഗിന് അനുസരിച്ചാണ് നടീൽ വസ്തുക്കൾ നൽകുന്നത്. നടീൽ വസ്തുക്കൾ ആവശ്യമുള്ള കർഷകർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഒളറികൾച്ചർ വിഭാഗവുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0487 2371918. കോഴിക്കോട് മരുതോങ്കര കൃഷിഭവൻ മുഖേന കുന്നുമേൽ ബ്ലോക്ക് പരിധിയിൽ നിന്ന് കുറിയ ഇനം വിത്ത് തേങ്ങ സംഭരിക്കുന്നു. താൽപ്പര്യമുള്ള കർഷകർ മെയ് 28-ന് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 9645020511. ട്രൈക്കോഡെർമയും ചകിരിച്ചോറും ചേർത്ത് കേക്ക് രൂപത്തിലാക്കി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ CPCRI സസ്യ സംരക്ഷണ വിഭാഗം പുറത്തിറക്കി. ചകിരിച്ചോറ് കേക്കുകൾ വെള്ളത്തിൽ മുക്കി കുതിർത്തെടുക്കുന്നതോടെ ട്രൈക്കോഡെർമയെ പ്രവർത്തന രൂപത്തിലാക്കാമെന്നതാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ. ഇത് തെങ്ങ്, കൊക്കോ മുതലായ വിളകളിലും നഴ്സറികളിലും രോഗനിയന്ത്രണത്തിന് നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾ കായംകുളത്തെ പ്രവർത്തിക്കുന്ന CPCRIയിലെ സസ്യ സംരക്ഷണ വിഭാഗവുമായി ബന്ധപ്പെടണം. റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മഴക്കാല തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും. സാധാരണ കാണുന്നതിൽ നിന്നും കുറവായിരിക്കും ഇക്കൊല്ലത്തെ മൺസൂൺ മഴ. അതുകൊണ്ട് തന്നെ മൺസൂൺ മഴയെ പരമാവധി ഉപയോഗപ്പെടുത്തി അണക്കെട്ടുകളിലും മറ്റും മഴവെള്ളം സംഭരിക്കേണ്ടതുണ്ട്. മഴവെള്ള സംഭരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണം. വേനൽ മഴ സംഭവിച്ചതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, മണ്ണൊലിപ്പ്, ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ ദക്ഷിണ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജൂണിൽ ആരംഭിക്കുന്ന മഴയിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ കുട്ടനാടൻ പാടങ്ങളിലും കോൾപ്പാടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായേക്കാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 15,800 രൂപ, കോഴിക്കോട് 16,200, തൃശ്ശൂർ 15,700. കൊപ്ര കൊച്ചിയിൽ 11,100, കോഴിക്കോട് 10,700, തൃശ്ശൂർ 10,660. കുരുമുളക് അൺഗാർബിൾഡ് 71,500, ഗാർബിൾഡ് 73,500. ചുക്ക് മീഡിയം 34,500, ബെസ്റ്റ് 36,000. മഞ്ഞൾ സേലം 7,400, ഈറോഡിൽ 8,100. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 വരെ. കൊച്ചി റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,500.
റബ്ബർ RSS 4 14,800. കോട്ടയം റബ്ബർ RSS 5 14,500. റബ്ബർ RSS 4 14,800. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,900 രൂപ. ജൂൺ അവധി 14,805. ജൂലൈ അവധി 14,200 രൂപ. കൊപ്ര 11,200. പിണ്ണാക്ക് എക്സ്പെല്ല 2,850. റോട്ടറി 3000. കുരുമുളക് അൺഗാർബിൾഡ് 71,500. കുരുമുളക് ഗാർബിൾഡ് 73,500. ചുക്ക് മീഡിയം 34,500. ചുക്ക് ബെസ്റ്റ് 36,000. മഞ്ഞൾ നാടൻ 6,200. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475 മുതൽ 500 വരെ. ജാതിപത്രി 750 മുതൽ 900 വരെ. ഗ്രാമ്പു 950 മുതൽ 1,135 രൂപ വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,500 രൂപ. റബ്ബർ RSS 4 14,800. ഒട്ടുപാൽ 10,700. ലാറ്റക്സ് 11,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ മാർക്കറ്റ് മാസങ്ങൾ നീണ്ട തളർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ്. മൺസൂൺ മുന്നിൽ കണ്ട് ടയർ കമ്പനികൾ പരമാവധി ഷീറ്റ് വാങ്ങിക്കൂട്ടാൻ വാരത്തിന്റെ രണ്ടാം പകുതിയിൽ ഉത്സാഹിച്ചു. ഉൽപാദകരെ തോട്ടങ്ങളിലേക്ക് ആകർഷിക്കാൻ ലാറ്റക്സ് വിലയും അവർ ഉയർത്തി. 4ാം ഗ്രേഡ് കിലോ 148-ലും 5ാം ഗ്രേഡ് 145-ലും വ്യാപാരം നടന്നു. ലാറ്റക്സിന് 5 രൂപ ഉയർന്ന് 115 രൂപയായി. കാലവർഷം നാളികേര വിളവെടുപ്പിനെ ബാധിക്കുമെങ്കിലും വില ഉയർത്തി കൊപ്ര ശേഖരിക്കാൻ മില്ലുകാർ തിടുക്കം കാണിച്ചില്ല. നാളികേര വിളവെടുപ്പ് മുന്നേറിയെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറവാണ്. അതേസമയം പാമോയിൽ അടക്കമുള്ള ഭക്ഷ്യ എണ്ണയുടെ നിരക്ക് താഴ്ന്നത് വെളിച്ചെണ്ണയിൽ സമ്മർദ്ദം ഉളവാക്കാം. മത്സരിച്ച കുരുമുളക് സംഭരിച്ചിരുന്ന ഉത്തരേന്ത്യൻ വ്യാപാരികൾ രംഗത്ത് നിന്നകന്നത് വിലക്കയറ്റത്തിന് തടസ്സമായെങ്കിലും ഉൽപ്പന്നം അതിന്റെ കരുത്ത് നിലനിർത്തി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 25.4. കൊച്ചി 33.4, 25.8. ആലപ്പുഴ 32.4, 27. പുനലൂർ 34, 23.5. തിരുവനന്തപുരം 33.6, 26.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.